പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് പാർട്ട് എന്നുള്ള ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈറ്റിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. വേവ് തിയറി ഓഫ് ലൈറ്റാണ് നമ്മൾ പഠിച്ചത്. വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു പാർട്ട് വരുന്നത് നോക്കൂ. ദെൻ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഈ വേവ് തിയറി കൊണ്ട് എല്ലാ കാര്യങ്ങളും ലൈറ്റിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേവ് തിയറി പറ്റും. അതേപോലെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് വരും. അതായത് രണ്ട് വേവുകൾ തമ്മിൽ ഇൻ്റർഫറൻസ്, അത് ദെൻ ക്രസ്റ്റും ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ദെൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വേവ് തിയറി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ വന്നു. നോക്കിയേക്ക്, ഡിഫ്രാക്ഷൻ ആൻഡ് ഇൻ്റർഫറൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ദെൻ ഇത് പറ്റും. പക്ഷേ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ മെനി ഫിനോമിനൻസ്. എന്തൊക്കെ വരുന്നത് നോക്കിയാൽ നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട് കുറച്ചൊക്കെ. ഒന്ന്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്, നമ്മൾ പഠിക്കും അത്. അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതേപോലെ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഹൈഡ്രജൻ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ വേവ് തിയറിക്ക് ഡിഫിക്കൽട്ടാണ്. അന്നേരമാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയിട്ട് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് വരാം. ഇത് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ, പ്രശ്നമാക്കണ്ട. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നാണ് നമ്മൾ വരുന്നത്. നമുക്ക് ഈ ഹോട്ട് ബോഡീസിനെ കുറിച്ച് നമുക്ക് പറയാം. ദെൻ എമിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ ഇരുമ്പ് ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യം ഒരു ഡൾ റെഡ് ആയിരിക്കും ആദ്യം കിട്ടുക. അത് വീണ്ടും ചൂളയിലിട്ട് ചൂടാക്കുമ്പോൾ നല്ല റെഡ് കളറായിട്ട് മാറും. ഓക്കെ, വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് വൈറ്റ് കളറാവും. വീണ്ടും ചൂടാക്കിയാൽ അത്രയും ടെമ്പറേച്ചർ കൂടിയ ബ്ലൂ ദെൻ ലൈറ്റ് ഒക്കെയാണ് അവിടുന്ന് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ബോഡീസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓക്കെ, വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിലുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ടെമ്പറേച്ചർ കൂടും തോറും റെഡ് ഉള്ളത് ബ്ലൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യാണ്? കുറയാണെന്നല്ലേ പറയുന്നത്. ദെൻ നോക്കൂ, ആസ് ദി ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഷോർട്ട് വേവ് ലെങ്ത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കുറയുന്ന പോലെ റെഡ് ലൈറ്റ് എന്തായിട്ട് മാറുകയാണ്? ബ്ലൂ ലൈറ്റ് ആയിട്ട് മാറുകയാണ്. ഇനി എന്താണ് ഈ ബ്ലാക്ക് ബോഡി എന്നുള്ളതാണ്. ദെൻ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ വിച്ച് അബ്സോർബ് ആൻഡ് എമിറ്റ് ഓൾ ടൈപ്പ് ഓഫ് റേഡിയേഷൻ. എല്ലാത്തരം റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യും എമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സാധനങ്ങളെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന്. അവർ വിട്ടുകൊടുക്കുന്ന റേഡിയേഷൻസിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്. അൻ ഐഡിയൽ ബോഡി, അത് ഐഡിയൽ ആണ്, അങ്ങനെ കൃത്യമായിട്ടില്ല. അൻ ഐഡിയൽ ബോഡി വിച്ച് അബ്സോർബ് ആൻഡ് എമിറ്റ് ഓൾ റേഡിയേഷൻ ഈസ് കോൾഡ് black body, and the radiation emitted by such a black body is called then black body radiation. അതായത് then എല്ലാത്തരം വേവ് ലെങ്ത്തുകളും എല്ലാത്തരം ഫ്രീക്വൻസി റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാനും കഴിവുണ്ട്, വിട്ടുകൊടുക്കാനും കഴിവുണ്ട്. പൂർണ്ണമായിട്ട് അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. എന്നിട്ട് an ideal black body is defined as a perfect absorber or perfect emitter of radiation. എല്ലാത്തരം റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം, എല്ലാത്തരം റേഡിയേഷനെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് in practice no such black body exists. Carbon black is approximately fairly close to black body. നമ്മൾ അതിന് ഏകദേശം എക്സാമ്പിൾ എന്താ പറയുന്നത്? കാർബൺ ബ്ലാക്ക്. എന്നിട്ട് ഒരു ഫിസിക്കൽ അപ്രോക്സിമേഷൻ എങ്ങനെ കൊടുക്കുന്ന അറിയാം? ഒരു ബ്ലാക്ക് ബോഡിക്ക് ഒരു ക്യാവിറ്റി, ഒരു ശൂന്യത, ദെൻ ഓക്കെ, അതിന് ചെറിയൊരു ഹോൾ ഉണ്ട്, ഒരു ക്യാവിറ്റി, എംപ്റ്റി സ്പേസ് ആണ്. അതിലേക്കൊരു റേഡിയേഷൻ ആ റൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, എ ബ്ലാക്ക് ബോഡി ഇസ് എ ക്യാവിറ്റി വിത്ത് tiny hole which has no other opening. എന്നിട്ട് any ray entering to the hole will be reflected by the cavity walls and will be eventually absorbed by the wall. ഒരു ലൈറ്റ് റേ അതിലേക്ക് വരുന്നതാണ്. ഇനി വേറൊരു പാത്തുമില്ല പുറത്തേക്ക് പോകാൻ. അത് റിഫ്ലക്റ്റ് ചെയ്ത് അവസാനം അതിലെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യുന്ന രൂപത്തിൽ. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ദെൻ ഓക്കെ ബ്ലാക്ക് ബോഡി എന്നൊക്കെ പറയുന്നത്. ഒരു ഐഡിയൽ കണ്ടീഷനാണ്.
അത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തരം റേഡിയേഷനെയും അബ്സോർബ് ചെയ്യും, അതേപോലെ എമിറ്റ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ് then okay from a black body then and its spectral distribution depends only on temperature. എന്താ ഈ പറയുന്നത് എന്താണ്? എത്രത്തോളം ലൈറ്റ് എമിറ്റ് ചെയ്യുക ഫ്രം എ ബ്ലാക്ക് ബോഡി, അതേപോലെ അതിൻ്റെ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസി ഒക്കെ തമ്മിലുള്ള റിലേഷനൊക്കെ അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫൊക്കെ വരുന്നുണ്ട്. നോക്കൂ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, നമ്മൾ ഈ ഗ്രാഫ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗിവൺ ടെമ്പറേച്ചർ ഇൻറ്റൻസിറ്റിയും വേവ് ലെങ്ത്തും ആണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി വൈ ആക്സിൽ, വേവ് ലെങ്ത് എക്സ് ആക്സ്, നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഇതിൽ. അതിൽ നോക്കിയേക്ക് T1 എന്നുള്ള ടെമ്പറേച്ചറും T2 ടെമ്പറേച്ചറും. T1 ടെമ്പറേച്ചർ ചെറുതാണ്, T2 കൂടുതലാണ്. ആ T1 നോക്കൂ, വേവ് ലെങ്ത് കൂടും തോറും ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടും, തീവ്രത കൂടും. എന്നിട്ടൊരു മാക്സിമത്തും പിന്നെ എന്ത് ചെയ്യും? കുറയും അല്ല, പിന്നെ കുറയുന്നു. ഇനി അതേപോലെ T2 ടെമ്പറേച്ചറിലും അതേപോലെ വരുന്നത്. പക്ഷേ ദെൻ അടുത്ത് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ മാക്സിമം ഇൻറ്റൻസിറ്റി റീജിയൻ ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് മാറുന്നുണ്ട്. ആദ്യം കൂടുതലുള്ള ഭാഗത്താണ്, പിന്നെ അങ്ങോട്ട് കുറഞ്ഞു വരുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? അത് ഒന്ന് വായിച്ചു നോക്ക്. എന്താ അതിൽ എഴുതിയ എന്താ? At a given temperature, intensity of radiation emitted increases with increasing wavelength reaches a maximum value at a given wavelength and then starts decreasing with further increase of wavelength. എന്താ ഇപ്പോൾ പറഞ്ഞത്? എന്താണ് എന്തൊക്കെ പറഞ്ഞത്? ഈ ഗ്രാഫിൽ നോക്കിയേക്ക്, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും തോറും ഇൻറ്റൻസിറ്റി കൂടും, ഒരു മാക്സിമത്തും പിന്നെ വേവ് ലെങ്ത് കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയുന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഓൾസോ ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് maxima of the curve shifts to shorter wavelength. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ T1 T2 ആകുമ്പോൾ ആ മാക്സിമ ഓഫ് വേവ് ലെങ്ത് അത് എന്ത് ചെയ്യുന്നു? ആ ഇൻറ്റൻസിറ്റി മാക്സിമം ഉള്ള വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കണം. ഇത് നമുക്ക് എവിടെ വരുന്നത്? നിങ്ങൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പം എന്താ അത്രയേ ഉള്ളൂ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ? an ഐഡിയൽ ബോഡി വിച്ച് ക്യാൻ എമിറ്റ് ആൻഡ് അബ്സോർബ് ഓൾ ടൈപ്പ് ഓഫ് റേഡിയേഷൻ. ഐഡിയൽ കണ്ടീഷനാണ്. അങ്ങനെ പെർഫെക്റ്റ് ഐഡിയൽ ബ്ലാക്ക് ബോഡി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെയും അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ക്വാണ്ടം തിയറി എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ആറ്റംസോ മോളിക്യൂൾസോ എനർജി അബ്സോർബ് ചെയ്യുന്നതും അതേപോലെ എമിറ്റ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ടല്ല, തുടർച്ചയായിട്ടുള്ള ഫ്ലോ ആയിട്ടല്ല, ചെറിയ പാക്കറ്റായിട്ടാണ്, ചെറിയ എനർജിയുടെ പാക്കറ്റുകളായിട്ടാണ്. ആ എനർജിയുടെ പാക്കറ്റിനെ പറയുന്ന പേരാണ് കോണ്ട ഓർ ഫോട്ടോൺ എന്ന് അതിനെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കോണ്ട അല്ലെങ്കിൽ ഫോട്ടോൺസ് എന്നാണ് വിളിക്കുന്നത്. നോക്കൂ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് കുഡ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി നോട്ട് ഇൻ എ കണ്ടിന്യൂസ് മാനർ ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ദെൻ കോൾഡ് കോണ്ട ഓർ ഫോട്ടോൺസ്. ഒരാൾ എനർജി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ എത്രയെങ്കിലും അല്ല, എങ്ങനെയെങ്കിലും അല്ല, ചെറിയ എനർജിയുടെ പാക്കറ്റുകളായിട്ട്, വളരെ ചെറുത്. ആ പാക്കറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. ആ എനർജി ഒരു പാക്കറ്റിന് എത്രയാണോ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കൊടുക്കലും വാങ്ങലൊക്കെ, അല്ലാതെ തോന്നുന്ന രൂപത്തിലല്ല എന്ന്. കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്, സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. രണ്ടാമത്തെ, എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്, ഓർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാ കിട്ടുക. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്, എച്ച് ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ നോക്കിയേക്ക്, ഇത് ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതാണ്. അപ്പോൾ എച്ച് ന്യൂ എന്നുള്ളതാണ് ഒരു ഫോട്ടോണിൻ്റെ എനർജി. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു എച്ച് ന്യൂ ആണ് ഒരാൾ വേറെ കൊടുക്കുക, അല്ലെങ്കിൽ 2 എച്ച് ന്യൂ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ 3 എച്ച് ന്യൂ ആണ് കൊടുക്കുക. ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണത്, ഒരു ക്വാണ്ടം ഓഫ് എനർജിയാണത്. അതിന് നമ്മൾ ഒരു ക്വാണ്ട ഓഫ് എനർജി അല്ലെങ്കിൽ ഫോട്ടോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ എനർജിയാണത്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും കൊടുക്കലും വാങ്ങലൊക്കെ. നോക്കൂ, ദ എനർജി ഓഫ് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി ഓർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ കാണാതെ പഠിക്കുക. 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓക്കെ, ഇനി
അപ്പോൾ നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്, രണ്ട് കാര്യങ്ങളാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പഠിച്ചത്. എന്തൊക്കെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പഠിച്ചത്? ആറ്റംസ് ഓർ മോളിക്യൂൾസ് കുഡ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് കാൾഡ് ക്വാണ്ട ഓഫ് എനർജി. അത് ലൈറ്റിന്റെ കേസിൽ അതിനെ ഫോട്ടോൺ എന്ന് പറയും. എനർജി ഓഫ് എ ഫോട്ടോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് കിട്ടുന്നത്. എച്ചിന്റെ പേരെന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരാൾ എനർജി വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഈ എച്ച് ന്യൂവിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു കോണ്ട, അല്ലെങ്കിൽ 2 കോണ്ട, അല്ലെങ്കിൽ 3 കോണ്ട. ആ രൂപത്തിലാണ് എനർജി കൊടുക്കലും വാങ്ങലൊക്കെ എന്ന്. പക്ഷേ ഇത് ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്താ ഉണ്ടാവുക? എനർജി കൊടുക്കലും വാങ്ങലും. ഇതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നിങ്ങൾ കേട്ടതായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം നമ്മൾ ചില മെറ്റൽ ഷീറ്റ്, ഇപ്പോൾ സീഷ്യയൊക്കെ മെറ്റൽ തകിടെടുത്തിട്ട് നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ, ലൈറ്റ് അടിക്കുകയാണെങ്കിൽ, ചില പ്രത്യേക ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫിനോമിന പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫിനോമിനൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് എവിടുന്നാണ്? മെറ്റൽ സർഫസ്, സീഷ്യം പോലുള്ള മെറ്റൽ സർഫസിൽ എപ്പോഴാണ് ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നോക്കൂ നിങ്ങൾ, നമ്മളവിടെ ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ആ പിക്ചറിൽ ലൈറ്റ് വീഴുമ്പോഴാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഫിനോമിനൺ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ഹേർട്സ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്. ഹേർട്സ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ലൈറ്റ് വരുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസിയോ അതിൽ കൂടുതലോ വേണം. നമ്മൾ പഠിക്കും അത്. ആ മിനിമം ഫ്രീക്വൻസിക്ക് നമ്മളൊരു പേര് പറയും ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ. ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ ലൈറ്റ് എമിറ്റ് ചെയ്യൂ, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്നും കൂടി നന്നാക്കി പറയാണ്. ഇറ്റ് ഈസ് ദി ഫിനോമിനൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സർട്ടൈൻ മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾ ഓൺ ദി സർഫസ്. fall on the suitable frequency, fall on them. Okay, എന്താ പറഞ്ഞ എന്താ? Then ഏതെങ്കിലും ലൈറ്റ് പോരാ, സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്നെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഫിനോമിനൺ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. സീഷ്യം മെറ്റലിൽ ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു. ആ ഫിനോമിനെ പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ക്ലിയർ അല്ലേ? അത് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഹെർട്സ്. ഈ ഇലക്ട്രോൺസിനെ പറയും ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. എന്താ പേരെന്താ? ഫോട്ടോ ഇലക്ട്രോൺസ്. ഇനി ഇതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്. കാണാതെ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കൂ, ഇവിടെ ലൈറ്റ് ഇവിടെ ഫാൾ ചെയ്യലും ഇലക്ട്രോൺസിന്റെ ഇജക്ഷനും സൈമിൾട്ടേനിയസ് ആണ്, ഒരേ സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ല. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ falling of light and ejection of electron. ഇവിടെ ലൈറ്റ് വീഴുന്നു, ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. നോക്കൂ, the electrons are ejected from the metal surface as soon as the beam strikes the surface. മെറ്റൽ സർഫസിൽ ലൈറ്റ് വീഴലും അപ്പോൾ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. That is, there is no time lag between striking of light beam and ejection of electron from the metal surface. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം ലാഗ് ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് there is no time lag between falling of light and ejection of electrons. ഇനി അടുത്തത് പറയുന്നത് നോക്കൂ, ഇവിടുന്ന് എത്ര ഇലക്ട്രോൺ ആണോ ഇജക്ട് ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തിന് പ്രപ്പോർഷണലാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിന് പ്രപ്പോർഷണലാണ്. നോക്കൂ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്, അതിന് പ്രപ്പോർഷണലാണ്. അടുത്ത പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റിനൊരു മിനിമം ഫ്രീക്വൻസി വേണം. അതിനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. എന്താ പേരെന്താണ്? ത്രഷോൾഡ് ഫ്രീ. അത് ഓരോ മെറ്റലിനും ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. അതിൽ കുറഞ്ഞാൽ എന്ത് ചെയ്യൂല? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യൂല. നോക്കൂ, ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് മിനിമം ഫ്രീക്വൻസി നോൺ ആസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് നോട്ട് ഒബ്സേർവ്ഡ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ലൈറ്റ് വരുന്ന ലൈറ്റിന് ആ മിനിമം ഫ്രീക്വൻസി വേണമെന്നാണ് പറയുന്നത്. അടുത്തത്, ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി നമ്മളെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റിന് പ്രപ്പോർഷണൽ ആവുന്നു. എത്രത്തോളം ഫ്രീക്വൻസി കൂട്ടുന്നോ അത്രത്തോളം ആ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ക്ലിയർ ആണോ ഇത്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
It is the phenomenon of ejection of electron from metal surface when light of suitable frequency fall on them. അതിൻ്റെ ഒബ്സർവേഷൻസ് ഒന്ന്, there is no time lag between falling of light and ejection of electrons. രണ്ട്, then number of electron ejected is proportional to intensity of light. മൂന്ന്, then threshold frequency, there is a minimum frequency required for ejection of electron which is called threshold frequency. It is characteristic of a metal. ഇനി അടുത്ത്, then kinetic energy of ejected electron is proportional to frequency of light. ക്ലിയർ അല്ലേ ഈ കാര്യങ്ങൾ? ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒബ്സർവേഷൻ. ഇതാണ് എക്സാമിന് ചോദിക്കലുണ്ട്. നമുക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് ഐൻസ്റ്റീൻ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷൻ? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ഇപ്പം നമ്മളൊരു ആറ്റം ലിഥിയം ആയിക്കോട്ടെ, ലിഥിയത്തിൻ്റെ ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺ, വെറുതെ ഒരാളെ നമ്മൾ പറയാം. ദെൻ ഇനി കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, എൽ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഈ പ്രോട്ടോണും ഈ ഇലക്ട്രോണും തമ്മിലൊരു അട്രാക്ഷൻസ് ഉണ്ടാവും. ന്യൂക്ലിയസും പ്രോട്ടോണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ലൈറ്റ് കൊടുത്താൽ ഈ അട്രാക്ഷനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യിടും. ഇതാണ് നമ്മൾ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിമം എനർജി വേണം ലൈറ്റിന്. അവിടെ നമ്മൾ പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന ലൈറ്റ് എനർജി ഓഫ് ഫോട്ടോൺ. ഈ എനർജി ഓഫ് ഫോട്ടോൺ 2 രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യണം. ബാക്കി ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. സോ എന്താ അവിടെ എഴുതിയത്? എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ഈക്വൽ ടു, എൻ്റെ കയ്യിലുള്ളത് മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ദ ഇലക്ട്രോൺ. ഇനി അതേപോലെ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്താണ്? അപ്പം നമ്മളൊരു കയർ എടുത്തിട്ട് ഇങ്ങനെ ഒരാൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കയറിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, വേറൊരാൾ അതിനെ വന്നിട്ട് നല്ല ഫോഴ്സിൽ അടിച്ചാൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ അത് കയറ് പൊട്ടിയിട്ട് ആ കല്ലങ്ങ് തെറിച്ച് പോകും. ഇതേപോലെ നമ്മൾ ലൈറ്റ് എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ അത് 2 കാര്യത്തിനാണ് ഉപയോഗപ്പെടുത്തുക. ഒന്ന്, ആ അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ. ബാക്കിയുള്ള എനർജി എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തും? ഓക്കെ, ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പം നോക്കിയേക്ക്, നമ്മളെ ലൈറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ഈക്വൽ ടു, ഇനി അവിടെയുള്ള മിനിമം എനർജി എച്ച് ന്യൂ 0, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ. E0 എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം എനർജി ഇത് ബ്രേക്ക് ചെയ്യാൻ, ബാക്കി കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ആവും. സോ ഇ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഫോട്ടോൺ എച്ച് ന്യൂ ആണ്, മിനിമം എനർജി എച്ച് ന്യൂ 0 എന്ന് എഴുതി. ദെൻ ½ mv² ആണ് നമ്മളെ കൈനറ്റിക് energy of ejected electron, or kinetic energy of ejected electron equal to h nu minus h nu 0, or that is equal to h into nu minus nu 0 എന്ന് എഴുതാം. സോ ഇത് നിങ്ങൾക്ക് പ്രോബ്ലത്തിന് ആവശ്യം വരലുണ്ട്, പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇ മൈനസ് ഇ 0. ഇവിടെ നമ്മൾ പഠിച്ചു, ദെൻ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ലൈറ്റ് ഫോട്ടോൺ ഒരു മിനിമം ഫ്രീക്വൻസി വേണം, ആ മിനിമം എനർജി വേണം. അത് നമുക്ക് ത്രഷോൾഡ് എനർജി എന്ന് പറയാം. ദെൻ അത് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. അത് എല്ലാ മെറ്റലിനും സെയിം ആയിരിക്കോ? അല്ല. അപ്പോൾ ആ മിനിമം എനർജിയെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ, ദെൻ അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി. ഓക്കെ, എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ എച്ച് ന്യൂ ആണ്, മിനിമം എനർജി എച്ച് ന്യൂ 0 ആണ്. അതാണ് ആ ഇക്വേഷനിൽ കൊടുത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദെൻ ഐൻസ്റ്റീൻ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത്, വെൻ എ ലൈറ്റ് ഫോട്ടോൺ ദെൻ fall on the metal surface, part of energy utilized to eject the electron and remaining energy appears as kinetic energy of ejected electron. ബാക്കിയുള്ള എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്ന പറയുന്നത്. സോ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ന്യൂ എന്നുള്ളത് ലൈറ്റ് ഫോട്ടോൺ, ദെൻ അതിൻ്റെ ഫ്രീക്വൻസി. ന്യൂ 0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി. അതെല്ലാ മെറ്റലിനും സെയിം ആണോ? അത് ഓരോ മെറ്റലിനും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കിങ്ങനെ പറയാൻ പറ്റും ന്യൂ ലെസ് ദാൻ ന്യൂ 0. അതായത് ന്യൂ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ 0ക്കാളും കുറവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക?
ദെൻ നോ മാറ്റർ ഹൗ ദെൻ ഇൻറ്റൻസിറ്റി ഒന്നും കൂടിയിട്ട് കാര്യമില്ല, അവിടെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യൂല. ഇനി ന്യൂ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ ആണെങ്കിൽ എക്സസ് എനർജി ഇമ്പോർട്ടഡ് ടു ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ആസ് കൈനറ്റിക് എനർജി. ആസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി എ മോർ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് വന്നാൽ എന്താ സംഭവിക്കുക? കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിന് മോർ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺ, സോ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത്രല്ലേ നമ്മൾ പറഞ്ഞത്. ഇതാണ് ദെൻ ഓക്കെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമാണ്. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേവ് തിയറി ഓഫ് ലൈറ്റ് പോരാ. അപ്പോഴാണ് നമ്മൾ പുതിയ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അതിൽ ഓരോ പോയിന്റ്സും എക്സാമിന് ചോദിക്കലുണ്ട്, പ്രോബ്ലംസ് നമുക്ക് ചോദിക്കലുണ്ട്. അവസാനം നമുക്ക് സമയം കിട്ടുമ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ വേവ് തിയറി പറഞ്ഞിരുന്നു. വേവ് തിയറി വെച്ചിട്ട് ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ദെൻ പാത്തിലുള്ള ബെൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷനും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഏതെന്നെ വേണം? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചേക്കുക. കുറച്ച് പാർട്ടേ എടുത്തുള്ളൂ, നന്നായിട്ട് പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.